നല്ല മൂവി. ഗംഭീരം. പടം ഇഷ്ടപ്പെടും. അടിപൊളി പടാ. ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. നല്ല സൂപ്പർ പടാ. ലാലേട്ടൻ കുറെ നാള് കഴിഞ്ഞിട്ട് ഒരു ഭയങ്കര തിരിച്ചുവരവാ. എമ്പുരാനെ വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. സൂപ്പർ പടാ. എമ്പുരാനേലും മേലെ. എമ്പുരാനൊന്നും ഇതിന്റെ അടുത്ത് ഒന്നുമല്ല. പിന്നെ അടിപൊളി പടം, അടിപൊളി പടം. അടിപൊളിയല്ലേ? ഇത്രയും നാള് കണ്ടതിനേക്കാളും അടിപൊളിയായിട്ട് തുടക്കം മുതല് തീരേണ്ടി വന്ന പക്ഷെ അത് വർത്ത മുതല് അതുപോലെ ഗംഭീരമാണ്. തരുൺമൂർത്തിക്ക് നമ്മള് പടം മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. രണ്ടാമത് വൈകിട്ട് വീണ്ടും ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഉറപ്പായിട്ട് കാണാം. അതുപോലെ ഫാമിലിക്ക് പറ്റിയ അടിപൊളി പടം. വീട്ടിലെ പടം അതിനേക്കാൾ വലിയ അതിനപ്പുറമാണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറയും. നമ്മൾ അതിനേക്കാൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു റിസൾട്ടാണ് കിട്ടിയത്. ഗംഭീര പടമാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടു. നല്ല മൂവി. ഇഷ്ടപ്പെട്ടു. പഴയ ലാലേട്ടനെ കിട്ടിയത് പോലെ ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫ് ആയപ്പോ അങ്ങനെ ഫീൽ ചെയ്തു. ഇമോഷനും അടിപൊളി. ഇമോഷനും ആക്ഷനും സസ്പെൻസും എല്ലാം കൂടെ അടങ്ങിയതായിട്ടാ തോന്നിയത്. കാണുന്നത് അതെല്ലാം ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. പാട്ടും നല്ല മ്യൂസിക്കും എല്ലാം ഇഷ്ടം. ഞാനും കൈയടിച്ച്. സെക്കൻഡ് ഹാഫ് വന്നപ്പോ ലാലേട്ടന് പഴയ ലാലേട്ടന് കിട്ടിയ പോലെ ഹാപ്പിയായി. ഇഷ്ടപ്പെട്ട മൂവിയായി. എമ്പുരാനെക്കാട്ടി കൊള്ളാം. സൂപ്പറായിട്ട് എല്ലാരും വന്ന് കാണണം. എല്ലാ ഫാമിലിയോടെ വന്ന് കണ്ട സൂപ്പറായിട്ട്. എന്തായാലും വൺ മോർ കാണാം. നല്ല കൊള്ളാം. നല്ല അടിപൊളിയായിട്ട് ആക്ടിങ് ഒക്കെ ചെയ്ത്. മോഹൻലാലിന്റെ ലാസ്റ്റ് സീനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോ എല്ലാ കത്തുകൂട്ടുണ്ടായി. അപ്പൊ ഇഷ്ടപ്പെട്ടു. കുറച്ചാവും. ഒരു രക്ഷയില്ല. കോംബോ ഒക്കെ നല്ല അടിപ്പൻ. ഒന്നും പറയാനില്ല ബ്രോ. എന്തായാലും കണ്ടോക്ക്. എമ്പുരാൻ കണ്ടപ്പോ പോലും എനിക്ക് ഇത്രയും എഫക്ട് കിട്ടിയില്ല. അത്ര സീൻ പടം. പിന്നെ ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ തിരിച്ചു വന്നതെന്ന് തന്നെ പറയാം. ദൃശ്യം വെച്ച് കമ്പയർ ചെയ്യണ്ട. പക്ഷെ ലാലേട്ടൻ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ദൃശ്യം പോലെ ഒരു പടം. ബെറ്റർ ദാൻ എമ്പുരാൻ. ലാലേട്ടൻ ഫാൻ വൈസ് ബെറ്റർ ദാൻ എമ്പുരാൻ. ത്രൂ ഔട്ട് നമ്മൾ ആദ്യം മുതലേ പിടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ക്രാഫ്റ്റ് ആണെങ്കിൽ ആദ്യം മുതലേ ഒരു മറ്റേ ഈ ഉരുൾപൊട്ടലിന്റെ രംഗങ്ങളും ത്രൂ ഔട്ട് ആദ്യമേ നമുക്ക് എന്ത് സംഭവം എല്ലാം ക്രാഫ്റ്റ് തരുൺമൂർത്തി അതിനനുസരിച്ച് ചെയ്തതാണ്. പിന്നെ മറ്റേ ഈ ശോഭനയുടെ കറക്റ്റായിട്ട് ഇതെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു റോൾ. പിന്നെ അവരെ ഡബ് ചെയ്തേക്കുന്ന ഇപ്പൊ മണിച്ചിത്രത്താഴ് വേറെ അവരുടെ ഒറിജിനൽ സൗണ്ടിൽ തന്നെ. അപ്പൊ ആ തമിഴ് കുറച്ചുകൂടി നമുക്ക് എനിക്ക് തോന്നുന്നു അവരുടെ റീജിയനായിട്ട് അടുപ്പിക്കാനായിരിക്കും തോന്നുന്നു. പിന്നെ ഈ ക്രാഫ്റ്റ് ഒക്കെ സൂപ്പറാണ്. വേറെ കാര്യം എന്ന് വെച്ചാൽ മറ്റേ ജാവല്ല സൗദി വെള്ളൊക്കെയുടെ ഡയറക്ടറാണ്. അപ്പൊ അതുകൊണ്ട് ഈ മറ്റേ ഇതുപോലെ കുറച്ച് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള് അത് വെച്ച് അങ്ങനെ വെച്ചാൽ തീർത്തേക്കണം. ഇതൊക്കെ നമുക്ക് ഇതുപോലെ ദൃശ്യത്തിലെ പോലെ നായകൻ രക്ഷപ്പെടുന്ന എൻഡിങ് ഒന്നുമില്ല. ഭയങ്കര ട്രാജിക് എൻഡിങ് ആയിട്ടാണ്. ചിലപ്പോ അത് ഇനി അതിന്റെ ഒരു ലാലേട്ടന്റെ ഒരു ആറാട്ട് തന്നെയാണ് നടന്നത്. ലാലേട്ടൻ അഴിഞ്ഞടിക്കുകയാണ്. ആ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ഒക്കെ വേറെ ലെവലായിട്ട് മാറി, തീയായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുന്ന ഓരോക്കെ രോമാഞ്ചം കൊണ്ട് കൈയടിച്ച് ആവേശത്തോടുകൂടി അവസാനം നമുക്ക് ഒരു കൈയടിയോട് ഇറങ്ങാൻ പറ്റിയ ഒരു ഗംഭീര പടമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ തുടരും. കാരണം ഇത്രയും പ്രതീക്ഷിച്ചല്ല, ആരും ഇത്രയും പ്രതീക്ഷിച്ചല്ല. കാരണം നമ്മൾ സാധാരണ ഒരു
നമ്മുടെ ഒരു ആവറേജ് പടം പ്രതീക്ഷിച്ചാണ് നമ്മൾ പടത്തിന് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡബിൾ റേഞ്ചിലാണ് കിട്ടിയിരിക്കുന്നത്. ആ പവറായിട്ട് എന്നടാ പണി വെച്ചിരിക്കുന്നതാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ന ഐറ്റ് ഇറക്കി വിട്ടിരിക്കുകയാണ്, നല്ലൊരു ഇടുക്ക് സാധനം ഇറക്കി വിട്ടിരിക്കുന്നത്. ഇന്ന് പടം ഇവിടെ കൊളുത്തിയിരിക്കുകയാണ്. പടം വേറെ റേഞ്ചിലേക്ക് പോകും. സെക്കൻഡ് ഷോ ഇനി അടുത്ത ഷോ ഏത് ഒരു തരുൺമൂർത്തി സംഭവം തന്നെ പറയാം. ഇത് എന്ത് സംഭവം തന്നെ നമുക്ക് തന്നെ പിടിയില്ല. കാരണം നമ്മൾ ആരും ഇന്നുവരെ കണ്ടിട്ടില്ല ഒരു സെറ്റപ്പിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫൊക്കെ ഒരു ആലോചിക്കുമ്പോൾ തന്നെ ഒരു പവർ ഇങ്ങനെ കയറി വരികയാണ് നമുക്ക്. അപ്പോൾ ഇത്ര നാൾ ലാലേട്ടനെ ഈ രീതിയിലാണ് ലാലേട്ടനെ കാണാൻ നമ്മളെ മലയാള ജനത ആഗ്രഹിച്ചത്. അത് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. മലയാള ജനതയ്ക്ക് ലാലേട്ടനെ, പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയത്. എമ്പുരാനിൽ നമുക്ക് കുറച്ച് വിമർശനങ്ങളൊക്കെ കേട്ടെങ്കിലും അതിനെല്ലാം ഇതാക്കി തരിപ്പണമാക്കിക്കൊണ്ട് ലാലേട്ടൻ മുന്നേറുകയാണ്. ഉറപ്പായിട്ടും ഡബിൾ റേഞ്ചിൽ കയറി വന്നിരിക്കുകയാണ് ലാലേട്ടൻ. പവർ അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ പഴയ ലാല് സൂപ്പറായി തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു എയർലി ഇന്നലെ കണ്ടത് സെക്കൻഡ് ഹാഫ് അടിപൊളി. അടിപൊളിയായിരുന്നു. ത്രില്ലറാണ് ത്രില്ലർ മൂവി. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. അതെ, ഫാമിലി ആയിട്ട് ഇന്ന് കാണാൻ പറ്റും. കാണാൻ പറ്റുന്നു ഞാൻ പറയില്ല. വയലൻസ് കുറച്ച് കൂടുതൽ. ത്രില്ലറായിരുന്നു, അടിപൊളി ത്രില്ലറായിരുന്നു. നല്ല പടം. അടിപൊളി. സൂപ്പർ. ഒന്നും പറയല്ല. എമ്പുരാന്റെ ക്ഷീണം മാറി അപ്പാര മൊമെന്റ്സ് ആണ് കുറെ. അന്യായം നമുക്ക് മിസ്സായ പല സാധനങ്ങളുണ്ട് പടത്തിൽ. ഫസ്റ്റ് വാച്ച് പോയി കണ്ട എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ നമ്മള് വേൾഡ് ക്ലാസ് എന്ന് പറയില്ലേ, വേൾഡ് ക്ലാസ് എന്ന് പറയണ്ട, മോഹൻലാൽ ക്ലാസ്. ഒരു രക്ഷയില്ല. അമ്മാതിരി ഒരു സീൻ മോശമില്ല. അത്ര അടിപൊളി ഡയറക്ഷൻ, ഗംഭീര അഭിനയം, ഒരു രക്ഷയില്ല. ശോഭന ഫാൻ ബോയ് പടം. അടിപൊളി മൂവി. മോഹൻലാലിന്റെ അഭിനയം ഒരു രക്ഷയില്ല. പഴയ മോഹൻലാൽ തിരിച്ചു കിട്ടി. ഹിറ്റ് പടമല്ലേ, അതിന്റെ അപ്പുറം ഉണ്ട്. അത് ഞെട്ടിച്ച് തടിമൂട്ടി. ഡയറക്ഷൻ അടിപൊളി, രക്ഷയില്ല. ദൃശ്യത്തിന് അപ്പുറം ഉണ്ട്. പടം ഇതാണ് സിനിമ. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ലാലേട്ടൻ. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ കുറെ നാൾക്ക് ശേഷം നമ്മുടെ ലാലേട്ടൻ തിരിച്ചു വന്നു പറഞ്ഞല്ലേ, ഇതാണ് തിരിച്ചു വരവ്. പിന്നെ കുറെ ആൾക്കാർ സിനിമ ഹിറ്റാൻ വേണ്ടി തള്ളു പറയും. ഒരിക്കലും നിങ്ങൾ തള്ളാന്ന് വിചാരിക്കരുത്. ഇതാണ് സിനിമ. നല്ല ഉഗ്രം വേണ്ടി ഞങ്ങൾ ഇരുന്ന് കേട്ടാ. ഈ ലാലേട്ടൻ നെഗറ്റീവ് പറയാനായിട്ട് ഒന്നുമില്ല. നല്ല കിട്ടില്ല മൂവി. മനസ്സറിഞ്ഞു പറയാണ്. നല്ല മൂവിയാണ്. എല്ലാവരും എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും. ത്രില്ലിംഗ് ആണ്. നല്ല ക്ലാസ്സാണ്, ഫാമിലിയാണ്, സ്നേഹമാണ്. വേറെ തള്ളുന്നല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അടിപൊളി പടം. അടുത്ത കാലത്ത് ഇങ്ങനത്തെ ഒരു പിക്ചറേ വന്നിട്ടില്ല. എന്റെ കൈ തന്നെ ഇതാ, നിങ്ങൾ നോക്കിയേ, എന്റെ കൈ തന്നെ പൂത്ത് കയറി. എല്ലാ സിനിമയും സൂപ്പർ. ഞാൻ വെറുതെ പറയുന്നില്ല. ഈ പടമില്ലേ അടിപൊളി പടം. ഈ പടം എന്ന് പറഞ്ഞാൽ നമ്പർ 1. ഫാമിലി ഓഡിയൻസ് ഒരു ത്രില്ലറാണ്. നല്ല പടം. നമ്മ പ്രതീക്ഷിക്കാം. ട്രെയിലറിൽ കണ്ടതല്ല പടം. അടിപൊളി പടമാണ്. കണ്ടിരിക്കുക. ഒരു ദൃശ്യം വിത്ത് ഒപ്പം ലെവൽ. ആ പടം തന്നെ. ലാലേട്ടന്റെ പെർഫോമൻസ് അടിപൊളി. പിന്നെ ലാലേട്ടന്റെ സെൽഫ് റോൾ ഉണ്ട്, എല്ലാം ഉണ്ട് പടത്തില്. ഒരു തരുമ്പോ ആ കോമ്പോ പിന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇടുക്കി നല്ല പടം.